Hello everyone, welcome to the third part of the chapter Similar Triangles, which is the 7th chapter of class 9 mathematics. Fifth question, two poles of heights 3 meters and 2 meters are erected upright on the ground and ropes are stretched from the top of each to the foot of the other. Here you can see two poles, one is 3 meter high and other is 2 meter high. Okay. ഈ രണ്ട് പോൾസിനെയും രണ്ട് റോപ്പ് വെച്ചിട്ട് ഓരോന്നിൻ്റെ ഈ പോളിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ റോപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്നു, അതുപോലെ ഇവിടെ നിന്ന് തുടങ്ങിയ റോപ്പ് ഇവിടെയും വലിച്ചു കെട്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഫോം ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ, അറ്റ് വാട്ട് ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട് ഡു ദ റോപ്സ് അക്രോസ് ഈച്ച് അതർ. ഓക്കെ, ഈ രണ്ട് റോപ്സും ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റ്, അതായത് ഈ പോയിന്റും അതായത് അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ഹൈറ്റ്സ് ഓഫ് ദ പോൾസ് ആസ് എ ആൻഡ് ബി ആൻഡ് ദ ഹൈറ്റ് എബവ് ദ ഗ്രൗണ്ട് ഓഫ് ദ പോയിന്റ് where the ropes cross each other as h, find the relation between AB and h. Okay, ഈ ഹൈറ്റ് എയും ഇത് ബിയും ഈ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഹൈറ്റ് അല്ലെങ്കിൽ അത് ആ പോയിന്റ് കിടക്കുന്ന ഹൈറ്റ് എച്ചും എടുത്തിട്ട് എയും ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താണ്. സെക്കൻഡ് പാർട്ട്, പ്രൂവ് ദാറ്റ് ദിസ് ഹൈറ്റ് വുഡ് ബി ദ സെയിം വാട്ട് എവർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഓക്കെ, ഓരോന്നായിട്ട് പ്രൂവ് ചെയ്യാം. This is our figure. Here you can see two triangles. One is triangle ABC and other is triangle BDC. These two triangles meet at the point E. Okay, and the distance between the point E and earth, ground B, H. Okay, ഈ രണ്ട് ഡിസ്റ്റൻസ് തമ്മിലുള്ള ഈ രണ്ട് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് H ആണെന്ന് നമ്മൾ എടുക്കുന്നു. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ രണ്ട് ട്രയാങ്കിൾസ് മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. This is our triangle ABC. Okay, ABC. അപ്പം അതിനിടയിൽ ആര് വരുന്നുണ്ട്? നമ്മുടെ ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് വരുന്നുണ്ട്, EF. ഓക്കെ, ഹൈറ്റാണത്. ഇനി ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണ് ഈ റോപ്പും ഈ പിന്നെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഹൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ വൈ എന്നും എടുക്കുന്നു. ഓക്കെ, അത് ഈ പിക്ചറിൽ കാണിക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ്, ഈ ഡിസ്റ്റൻസ് വൈ. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രയാങ്കിളും വരയ്ക്കുകയാണ്. രണ്ടാമത്തെ ട്രയാങ്കിൾ ഈ സൈഡ് 3 ആണ്, അത് ഓർക്കുക, ഇത് എച്ചും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഫിഗർ. ഇതിലും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എന്താണ്, ഇത് ബി സി ഡി. ഇവിടെ ആരുണ്ട്? നമ്മുടെ EF ഉണ്ട്. EF രണ്ടിലും കോമൺ ആണ്, അത് ഓർക്കുക, അത് H ആണ്. ഈ ഡിസ്റ്റൻസ് 2 ആണ്. അതുപോലെ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം എന്താ? B മുതൽ F വരെയുള്ള നീളം X ആണ്. അതുപോലെ F മുതൽ C വരെയുള്ള നീളം Y ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് കിട്ടി. ഓക്കെ, ആ രണ്ട് ട്രയാങ്കിളിനകത്തും കോമൺ ആയിട്ടൊരു ട്രയാങ്കിളിനെയും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഏതാണ് ആ ട്രയാങ്കിൾ? കോമൺ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാണ്? EFC എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. കോമൺ ആയിട്ടല്ല, രണ്ടിനകത്തും ആ എച്ച് ഉൾപ്പെടുന്ന ഭാഗമുണ്ട്. രണ്ട് ട്രയാങ്കിളിനകത്തും എച്ച് ഉൾപ്പെടുന്ന ഭാഗം ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ABC, ഈ ഒരു ട്രയാങ്കിൾ ABCയും അതിനുള്ളിലുള്ള ഈ ട്രയാങ്കിൾ EFCയുമാണ്. Okay, so first consider triangle ABC and triangle EFC. So consider triangle ABC, triangle EFC. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് സെയിം ആണോ നോക്കാം. ഈ ആംഗിൾ, ഇത് ഗ്രൗണ്ടുമായിട്ടൊരു കാര്യം എന്തായാലും വേർട്ടിക്കലി വെച്ചൊരു ഇതാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും ഗ്രൗണ്ടായിട്ട് ഉണ്ടാക്കുന്നത്. അതേപോലെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഹൈറ്റാണ്, അതും എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രിയിൽ തന്നെയായിരിക്കും വന്ന് തട്ടുന്നത്. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും, ഈ വലിയ ട്രയാങ്കിൾ ABCയും ഈ ചെറിയ ട്രയാങ്കിളും EFCയും നോക്കുമ്പം ഈ രണ്ട് ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണ് കിട്ടി. സിമിലർലി
ഈ ഇതെന്ന് പറയുന്നത് കോമൺ ആണ് രണ്ട് ട്രയാങ്കിൾസിനും, അതും ഈക്വൽ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ദ തേർഡ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് ആംഗിൾസും ഈ വലിയ ട്രയാങ്കിളിൻ്റെയും 3 ആംഗിൾസ് ചെറിയ ട്രയാങ്കിളിൻ്റെയും ഈക്വൽ ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്തറിയാം, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് സെയിം റേഷ്യോയിൽ ആയിരിക്കും. ഓക്കെ, ഈക്വലായി വരുന്ന ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരുന്ന സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സൈഡ് നോക്കുകയാണ്. ഈ ഒരു ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ വരുന്ന സൈഡ് എന്ന് പറയുന്നത് EF ആണ്. ഓക്കെ, ദാറ്റ് ഈസ് EF ബൈ വലിയ ട്രയാങ്കിളിൽ അതേപോലത്തെ സൈഡ് AB ആണ്. ആൻഡ് ഇനി ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന നമുക്ക് ഈ ഒരു ആംഗിൾ നോക്കാം. ആദ്യം നമ്മൾ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡാണ് ആദ്യം എഴുതിയിരുന്നത്. അതുകൊണ്ട് പിന്നെ റേഷ്യോസ് എഴുതുമ്പോഴും അതേപോലെ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നെയാണ് ആദ്യം എഴുതേണ്ടത്. അതുകൊണ്ട് ആദ്യം നമുക്ക് എന്തെഴുതാം, ഈ ഒരു ആംഗിളും ഈ ആംഗിളുമാണ് ഈക്വലായി വരുന്നത്. ഈ ആംഗിളിന് ഓപ്പോസിറ്റായി വരുന്ന ചെറിയ ട്രയാങ്കിളിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് എന്ന് പറയുന്നത് FC ആണ്. സോ FC ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിൽ അതേ ആംഗിളിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് BC ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വാരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ഇത്രയും മതി. ഒരു സൈഡും കൂടെ ഉണ്ട്, അതുകൂടെ ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് EC ബൈ AC. ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ഇത് രണ്ടും മാത്രം മതി ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പം ഇതിൽ EF എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, EF ഇസ് ഈക്വൽ ടു H ആൻഡ് AB എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അതുപോലെ FC എന്ന് പറയുന്നത് എന്താണ്, FC ഇസ് ഈക്വൽ ടു Y ആൻഡ് വാട്ട് ഇസ് BC FC by BC ആണ്. BC is the total length of X and Y, that is X plus Y. So Y by X plus Y. Okay, this is our first equation ആണ്. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിളും ഇതേപോലെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് കോമൺ ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ, വൺ ഈസ് ട്രയാങ്കിൾ BCD ആൻഡ് അതർ ഈസ് ട്രയാങ്കിൾ BEF. ഓക്കെ, വൺ ഈസ് ട്രയാങ്കിൾ BCD ആൻഡ് അതർ ഈസ് ട്രയാങ്കിൾ BEF. ഓക്കെ, ഇനി വലിയ ട്രയാങ്കിളിൻ്റെയും ചെറിയ ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് ഒരേ ആംഗിളിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ്സ് എന്താണ്, ഒരേ റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഇതിൽ ബിക്ക് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് ഏതാണ്, EF ആണ്. ഓക്കെ, EF. അതേപോലെ ബിക്ക് ഓപ്പോസിറ്റായി വരുന്ന വലിയ ട്രയാങ്കിളിലെ സൈഡ് CD ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ ആംഗിളിന് ഓപ്പോസിറ്റായിട്ട് ഈ ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിന് ഓപ്പോസിറ്റായി വരുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് ഏതാണ്, BF ആണ്. ഓക്കെ, BF. ആൻഡ് വലിയ ട്രയാങ്കിൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡ് BC ആണ്. പിന്നെ ഒരു സൈഡ് കൂടെ ഉണ്ട്, ഏതാണത്, അത് യെസ് BE ബൈ BD. ഓക്കെ, BE ബൈ BD. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഇതിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് വരും, EF ബൈ CD. EF ബൈ CD. EF is H, CD is 2. H by 2 is equal to BF. BF is X and BC is X plus 5. Okay, two equations. One is H by 2 is equal to Y by X plus 5 and other is H by 2 is equal to X by X plus 5. Pair of equations occur. So we have two equations. One is H by 3 is equal to Y by X plus 5 and H by 2 is equal to X by X plus 5. നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, അപ്പോൾ വേരിയബിൾസിനെ എലിമിനേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 + 2 ഇംപ്ലൈസ്. അപ്പോൾ 1 + 2 ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്, ഒന്നിൽ H by 3 + H by 2 ആണ്. മേലെ ഇവിടെ എന്താ വരുന്നത്, Y by X plus Y plus X by X plus Y. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടെ നോക്കാം. H by 3 plus H by 2 is equal to, നോക്കിക്കേ ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്, X plus Y, X plus Y. So we can add the numerators. So what is Y plus X? Y plus X and X plus Y both are same. So X plus Y by X plus Y. Okay. So what is X plus Y by X plus Y? X plus Y by X plus Y is equal to 1. ഏത് നമ്പറിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. So we have H by 3 plus H by 2 is equal to 1. Now we need to find out the value of H. എങ്ങനെ ചെയ്യുന്നത്,
ജസ്റ്റ് addition rule ഉപയോഗിക്കാം. അതായിരുന്നു 2h plus yes 3h by 2 into 3 that is 6 equal to 1. That is 2h plus 3h is equal to 5h by 6 is equal to 1. That is 5h is equal to 1 into 6 and h is equal to 6 by 5. Okay, 6 by 5. So the height is h by 6 by 5. സെക്കൻഡ് പാർട്ട് ഈ എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് ഫസ്റ്റ് പോളിൻ്റെ ഹൈറ്റ് എയും സെക്കൻഡ് പോളിൻ്റെ ഹൈറ്റ് ബിയും ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റും ഗ്രൗണ്ടും തമ്മിലുള്ള ഹൈറ്റ് എച്ചും എടുത്തിട്ട് ഈ എയും ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ട് ഇക്വേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. നോക്കുക, അപ്പോൾ ഇവിടെ h by 3ക്ക് പകരം എന്ത് വരും? h by a വരും. h by a is equal to y by x plus y എന്നും h by b is equal to x by x plus y എന്നും കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ h by a plus h by b is equal to 1 അങ്ങനെ കിട്ടുമല്ലോ. ഓക്കെ, നമ്മൾ ആ ഒരു ട്രയാങ്കിൾസ് രണ്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം 1 we have h by a plus h by b is equal to 1. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ കിട്ടും. അതിൽ 3ക്കും 2നും പകരം എയും ബിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, h by a plus h by b is equal to 1. ഇതാണ് എയും ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇത് എഴുതിയാൽ മതി. h by a plus h by b is equal to 1. തേർഡ് പാർട്ട്, നമ്മുടെ പോൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെങ്കിലും ഇക്വേഷൻ നമുക്ക് കിട്ടുക എപ്പോഴും h/3 + h/2 = 1 എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയായിരിക്കും കിട്ടുക. അതെപ്പോൾ സോൾവ് ചെയ്താലും നമുക്ക് 6/5 തന്നെയാണ് ഹൈറ്റ് കിട്ടുന്നത്. അത് ഇനി പോൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാണെങ്കിലും h അത് തന്നെയായിരിക്കും. ഓക്കെ, അതിന് വേറൊരു പ്രൂഫിൻ്റെ ആവശ്യമില്ല. ഓക്കെ, next section of the chapter is sides and angles. We know that two triangles are similar when their three angles are equal, right? So in similar triangles we know that the sides are in same ratio. That is, if the sides of the bigger triangle is ABC and the sides of the smaller triangle PQR, and if this angle is x degree and this one is also equal to x degree, this is y degree, this one is y degree, and this is z degree, and this one is z degree. Okay, so two similar triangles with angles x, y and z. Then the side opposite to x degree is C here, and the side opposite to x degree is r here. So we have C by r, that is equal to, and the y opposite to side opposite to y degree is A, and side opposite to y degree in the small triangle, that is P, and the side opposite to z degree is B, and here the side opposite to z degree is Q. Okay, and this equal to a constant value. Okay, അപ്പോൾ ഇതിലുള്ള സൈഡ്സ് ഒരേ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് തന്നെയാണ് വരിക. അതായത് വലിയ സൈഡ് സി എന്ന് പറയുന്നത് r ഇൻറ്റു ചെറിയ സൈഡ് ഇൻറ്റു ഈ കോൺസ്റ്റൻറ്റ്, അതായത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PK, B QK ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതായത് ഓരോ ആംഗിൾസിനും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ്, ചെറിയ ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ ഒരേ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. ഇനി ഇതിൻ്റെ റിവേഴ്സ് ശരിയാണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് രണ്ട് ട്രയാങ്കിൾസ്, ഒന്ന് ട്രയാങ്കിൾ, this triangle, and this one is another triangle. Okay, suppose these sides are first side is 6,
second side is 4 and the third side is 5. Okay, 3 sides. Similarly, here we have the sides 3, 2 and 2.5. If we divide the sides 6 and 3, 6 by 3, and here another 2 sides 4 by 2, and this 5 divided by 2.5. All these are equal to, yes, 6 by 3 is equal to 2, 4 by 2 is equal to 2, and 5 by 2.5 also equal to 2. ഇതെല്ലാം എന്താണ്? ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അതായത് ഇതിൻ്റെ എല്ലാം റേഷ്യോസ് സെയിം ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഒരേ സ്കെയിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അപ്പോൾ സൈഡ്സ് റേഷ്യോയിലാണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഓരോന്നിനും ഓപ്പോസിറ്റ്, അതായത് ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈ സൈഡിനുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ആംഗിളിന് ഓപ്പോസിറ്റായ ഈ സൈഡിന് ഓപ്പോസിറ്റായ ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റായ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഈ സൈഡിന് ഓപ്പോസിറ്റായ ഈ ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റായ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ട്രയാങ്കിൾസ് സിമിലർ ആവാനുള്ള അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഒരേ റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ റേഷ്യോയിലാണ് വന്നിരിക്കുന്നതെങ്കിലും ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. അപ്പം അതായത് സൈഡ്സ് സ്കെയിൽ ചെയ്തിരിക്കുന്നത് ഒരേ ഫാക്ടർ കൊണ്ടാണെങ്കിൽ, അതായത് ഈ ചെറിയ സൈഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വലിയതിൻ്റെ ഒരു സൈഡ് കിട്ടി. അതുപോലെ ഈ സൈഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇതിലെ 3 സൈഡ്സും ഇതിലെ 3 സൈഡ്സിൻ്റെ ഒരേ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് കിട്ടുന്നത്. അപ്പോഴും നമുക്ക് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ട് വരും. അപ്പം ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് സിമിലാരിറ്റിക്ക്, സിമിലർ ആവാനുള്ള. അതായത് രണ്ട് സൈഡ്സ് ഒരേ റേഷ്യോയിലായിരിക്കാം, അതുപോലെ അതിനിടയിലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് 4ഉം 6ഉം, വേറൊരു ട്രയാങ്കിൾ ഇവിടെ 2ഉം 3യുമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആംഗിൾസ് തേർഡ് സൈഡ് നമ്മൾ നോക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. 4ഉം 6ഉം തന്നു, 2ഉം 3യും തന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിലുള്ള ആംഗിൾ എക്സ് ആണെന്ന് കരുതുക, ഇതിനിടയിലുള്ള ആംഗിളും എക്സ് ആണെന്ന് കരുതുക. അപ്പോഴും ട്രയാങ്കിൾസ് എന്തായി മാറും? ട്രയാങ്കിൾസ് സിമിലറായി മാറും. അപ്പം ട്രയാങ്കിൾസ് സിമിലർ ആവാൻ 3 കണ്ടീഷൻസ് ആണുള്ളത്. ആ 3 കണ്ടീഷൻസും, ഒന്ന്, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് വേറൊരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസുമായിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. അതുപോലെ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സും മറ്റേ ട്രയാങ്കിളിൻ്റെ സൈഡ്സും ഒരേ റേഷ്യോ, അതായത് അവ തമ്മിൽ അതിനെ മൾട്ടിപ്ലൈ, ചെറിയ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിനെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും, അല്ലെങ്കിൽ വലിയ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിനെ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കിട്ടും. അപ്പം റേഷ്യോസ് സെയിം ആയാലും ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. അതുപോലെ രണ്ട് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഒന്ന് തന്നെ ആയിരിക്കുകയും അതിനിടയിലുള്ള ആംഗിൾ ഒന്ന് തന്നെ ആയിരിക്കുകയും ചെയ്താലും ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. അപ്പോൾ സിമിലാരിറ്റിയുടെ 3 കണ്ടീഷൻസ് ആണത്, 3 കണ്ടീഷൻസ്. ഓക്കെ, ഒരു കണ്ടീഷൻ അത്, സെക്കൻഡ് കണ്ടീഷൻ അത്, തേർഡ് കണ്ടീഷൻ ഇത്. ഓക്കെ, ഇത് ജോമെട്രിക്കലി കാണിച്ചാണ്. അതിൻ്റെ സെൻറ്റൻസ് കാണിക്കാം. For 2 triangles to be similar, they have to be related in one of the following ways. Okay, ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ശരിയായ ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ, ഹാവിങ് ദ സെയിം ആംഗിൾസ്, രണ്ടിനും ഒരേ ആംഗിൾസ് ആണെങ്കിൽ ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. ഹാവിങ് സൈഡ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ഓക്കെ, ഒരേ തോത് ഉപയോഗിച്ചാണ് രണ്ടിനെയും മെഷർ ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് ഈക്വൽ, ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. ഹാവിങ് 2 sides scaled by the same factor and the angles between them equal. ഓക്കെ, രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വലായി വരികയും അവ തമ്മിലുള്ള ആംഗിൾസ് ഈക്വലായി വരികയും ചെയ്താലും ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. ഇത് 3 കണ്ടീഷൻസ് ആണ് സിമിലാരിറ്റിയുടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ സെക്കൻഡ് എക്സസൈസ്.
Draw a triangle of angles the same as those of the triangle shown and the sides scaled by 1/4. Okay. ഈ ട്രയാങ്കിൾ സൈഡ്സ് എന്തൊക്കെയാണ് 8, 4 and 6. ഇതേ ആംഗിൾസ് വരുന്ന വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷെ സൈഡ്സ് സ്കെയിൽഡ് ബൈ 1/4. അതായത് ഇതിൻ്റെ സൈഡ്സിൻ്റെ 1/4 ടൈംസ് സൈഡ്സ് വരുന്ന ഇതേ ആംഗിൾസ് ഉള്ളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം നമുക്കറിയാം ഒരേ ഫാക്ടർ കൊണ്ട് സ്കെയിൽ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അതേ ആംഗിൾസ് ഉള്ള വേറൊരു ട്രയാങ്കിൾസ് വരയ്ക്കാൻ ആദ്യം ഈ സൈഡ്സിൻ്റെ എല്ലാം 1/4 ടൈംസ് കാണുക. ഫസ്റ്റ് ആ ബേസിൻ്റെ 1/4 ടൈംസ് ആയിരിക്കും പുതിയ ട്രയാങ്കിളിൻ്റെ ബേസ്. സോ 8 into 1/4. ഓക്കെ, 1/4 കൺവേർട്ട് ദിസ് ഇൻറ്റു improper fraction, that is 8 into 1 into 4, 4, 4 plus 1, 5, 5/4. Okay, that is you can cut this 4 and 2 with 4 is 2 times and 8. So 2 into 5 is equal to 10 centimeter. Okay, one side is 10 centimeter. Then second side is in the question it is 4 centimeter. Then 1/4 of 4 is equal to 4 into 5/4. 4 into 5/4, 4 and 4 get cancelled, so we have 5. And the third side is 6 into 5/4. 6 into 5/4 is equal to, yes, 6 into 5 is 30. 30/4 is equal to 15/2, which is equal to 7.5. Okay, so these are the three sides of the triangle 10, 5 and 7.5. Okay, first to draw a line of length 10 centimeter. Okay, then take 5 centimeter on the compass. Draw an arc like this. Okay, and the other side is 7.5, so take 7.5 on the compass. Then keeping this point as center, draw another arc like this. Okay, then we get a triangle like this. Okay, so this and the question have the same angles. So it's the first part of the first question. Then second question, see this picture of a quadrilateral. See the sides are 6, 4, 2 and 3 and the diagonal is 5 centimeter. Now draw a quadrilateral with the angles the same as those of this one and the side scaled by 1/2. Okay, first question, ഇതിൻ്റെ എല്ലാ സൈഡ്സിനെയും 1/2 ഇൻക്ലൂഡിങ് ദ ഡയഗണൽ 1/2 ടൈംസ് എടുത്തിട്ടൊരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യുക. സെക്കൻഡ് വൺ, ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ആംഗിൾസ് ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് ദിസ് ആൻഡ് സൈഡ്സ് സ്കെയിൽഡ് ബൈ 1/2. ഓക്കെ, ഈ സൈഡ്സിന് പകരം വേറെ ഏതെങ്കിലും സൈഡ്സ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ സ്കെയില് 1/2 സ്കെയിൽ ചെയ്ത് അതും വരയ്ക്കാം. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് രണ്ടും homework. Okay, now we are coming to the third exercise of this chapter. First question, the picture shows two circles with the same center and two triangles formed by joining the center to the points of intersection of the circles with the two radii of the larger circle. Prove that these triangles are similar. Okay, here two circles with the same center. Okay, center is this one is the center, and the same center two circles are drawn and two triangles are formed by joining center to the point of intersection. Okay, center to the point of intersection of the circles with the two radii of the larger circle. ഓക്കെ, ഇത് വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്,
ഇതും വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ഇത് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്, ഇതും ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. വലിയ സർക്കിളിൻ്റെ റേഡിയസ് രണ്ട് സർക്കിളിലും ഉണ്ടാക്കുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനും ഇതിൻ്റെ സെൻറ്ററും കൂടെ ചേർത്ത് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് വരച്ചിരിക്കുന്നു. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇത് രണ്ടും സിമിലർ ആവാൻ 3 കണ്ടീഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നുകിൽ 3 ആംഗിൾസ് മറ്റേതിൻ്റെ 3 ആംഗിൾസിന് ഈക്വൽ ആയിരിക്കുക, അല്ലെങ്കിൽ 3 സൈഡ്സും ഒരേ റേഷ്യോയിലായിരിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ 2 സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കുകയും അത് തമ്മിലുള്ള ആംഗിൾസ് ഒന്നായിരിക്കുകയും ചെയ്താലും ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. അപ്പോൾ ഇത് സിമിലർ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. So this is a figure with the center O, and OA and OB are the radius of the big circle and small circle. Similarly, OC and OD are the radii of the small circle and a big circle. And here you can see 2 triangles. One is triangle OAC and other is triangle OBD. Okay, and from this we have OA and OC are equal. Okay, first consider triangles. Consider triangles OAC, triangle ODB or OBD. Okay, consider triangles OAC and a triangle OBD. ഒന്ന് ഈ വലിയ triangle consider ചെയ്യുക, ഒന്ന് ഈ ചെറിയ triangle consider ചെയ്യുക. Okay, and we have OA is equal to OC. Okay, OA is equal to OC and OB is equal to OD. What is the reason? Radii of small circle. This one is radii of large circle. Okay, and we know that this is the common angle, that is angle O is equal to angle O. From OA is equal to OC and OB is equal to OD, then we can say that OA by OB and OA by OB and OC by OD are equal. OA by OB and OC by OD are equal, and their angle between them are also equal. അപ്പോൾ ഒരു കണ്ടീഷൻ കിട്ടി, രണ്ട് സൈഡ്സ് ഒരേ റേഷ്യോയിൽ വരിക, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് ഒന്ന് തന്നെ ആയിരുന്നാൽ എന്ത് പറയാം? therefore we can say that triangle OAC, triangle ODB are similar. Okay, so that's the first question. Second question, the lines joining the circumcenter of a triangle to the vertices are extended to meet another circle with the same center, and these points are joined to make another triangle. Prove that the two triangles are similar. Prove that the scale factor of the sides of the triangle in is the scale factor of the radii of the circles. Okay, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ റേഡിയസും വലിയ സർക്കിളിൻ്റെ റേഡിയസും സ്കെയിൽ ഫാക്ടർ, ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ സ്കെയിൽ ഫാക്ടറും സർക്കിളിൻ്റെ റേഡിയസിൻ്റെ സ്കെയിൽ ഫാക്ടറും ഒന്ന് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ എ ബി സിയും ഈ ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ട്രയാങ്കിൾസ് ആണ് എന്നാണ്. അതിനാദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക, ഈ ചെറിയ ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ പി ക്യു. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ്. കൺസിഡർ ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ഒ പി ക്യു. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. നമുക്കറിയാം ഒ എ ഇസ് ഈക്വൽ ടു ഒ ബി ആണ്. സിമിലർലി ഒ പി ഇസ് ഈക്വൽ ടു ഒ ക്യു. കാരണം എന്താണ്? because these two are the radii of the big circle and the small circle respectively. Okay, so we have this is the radii of small circle.
and these two are the radii of the large circle. Okay, so OA by, so they are in the same scale. The sides of these triangles are scaled by the same factor. Okay, അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? OA by, yes, ഈ സൈഡ് ബൈ ഈ സൈഡ്, OA by OP is equal to OB by OQ. സെയിം ആയിരിക്കുമല്ലോ. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സൈഡ്സ്. ഓക്കെ, ഇത് രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ട് വരുന്നതാണ് ഈ സൈഡ്, ഈ ആംഗിൾ എന്ന് പറയുന്നത്. സോ വി ഹാവ് ആംഗിൾ O is equal to ആംഗിൾ O. അപ്പോൾ ടു സൈഡ്സ് സെയിം ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അതുപോലെ ആംഗിൾ Oയും ആംഗിൾ, അതായത് അതിനിടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ OAB ആൻഡ് ട്രയാങ്കിൾ OPQ ആർ സിമിലർ. Therefore triangle OAB, triangle OPQ are similar. Okay, they are similar. അപ്പം ഇത് സിമിലർ ആയതുകൊണ്ട് അതിൻ്റെ തേർഡ് സൈഡും കൂടെ എങ്ങനെ ഇനിയേ വരുള്ളൂ? ഇതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് OA by OP is equal to OB by OQ is equal to, തേർഡ് സൈഡ് ഏതാ? OA by OP, OB by OQ. Third side is AB by PQ. Okay, that is AB by PQ. അതും സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. That is equation number 1. Okay, similarly if we consider the triangles OBC and OQR. Okay, consider triangle OBC, OQR. Okay, these two triangles we have OB is equal to OC, OQ is equal to OR. Okay, so OB by OQ is equal to OC by OR. Okay, so we have OB is equal to OC and OQ is equal to OR. And അപ്പോൾ എന്ത് കിട്ടും? OB by OQ is equal to OC by OR. Okay, angle O is equal to angle O. Okay, അപ്പോൾ എന്ത് കിട്ടി? രണ്ട് സൈഡ്സ് ഒരേ റേഷ്യോയിലാണ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ OBC, ട്രയാങ്കിൾ OQR സിമിലർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തേർഡ് സൈഡും എന്ത് തന്നെയായിരിക്കും? ഒരേ റേഷ്യോയിൽ തന്നെയായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് തേർഡ് സൈഡ്? OB by OQ, OC by OR. മൂന്നാമത്തെ സൈഡ് യെസ് BC by, yes, this side BC and this side QR are in the same ratio, that is BC by QR. Okay, similarly we have triangle, yes, one more triangle is here, that is triangle OAC and the triangle OPR are similar. Triangle OAC, triangle OPR are similar. Okay, triangle OAC and triangle OPR are similar. Then we have the sides, that is OC by OR is equal to OA by OP, which is equal to, yes, AC by RP. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇതിൽ മൂന്നിലും നോക്കാം. ഓക്കെ, ഫസ്റ്റ് വണ്ണിൽ നമുക്ക് കിട്ടിയത് OB by OQ and AB by PQ are equal, right? And the second one OB by OQ and BC by QR are equal. Okay, and that is equal to OC by OR. അപ്പോൾ OC by ORഉം ഇതേപോലെ ഇവിടെ AC by RPയും ഈക്വൽ ആണ്. അതിനർത്ഥം ഇത് മൂന്നും ഈക്വൽ ആണ് എന്നല്ലേ? ഈ ഒരു കേസിൽ OB by OQ, ഇവിടെ OB by OQവും AB by PQവും ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? OB by OQ ആൻഡ് AB by PQ ആർ ഈക്വൽ. ഇനി ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും OB by OQവും OC by ORഉം BC by QRഉം ഈക്വൽ ആണ് എന്ന് കിട്ടും. ഓക്കെ,
അത് മൂന്നും ഈക്വൽ ആണെന്ന് കിട്ടും. ഇനി അപ്പോൾ എന്ത് കിട്ടി? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? ഇത് ഇതിന് ഈക്വൽ ആണ്, ഇത് ഇതിനും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ്. സിമിലർലി വി ഹാവ് ഈ ഒ സി ബൈ ഒ ആർ ഇസ് ഈക്വൽ ടു എ സി ബൈ ആർ പി. ഓക്കെ, എ സി ബൈ ആർ പി, അതായത് ഇതും അതിനും ഈക്വൽ ആണ് എന്ന് കിട്ടി. അതിനർത്ഥം നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? എ ബി ബൈ പി ക്യു ആൻഡ് യെസ് എ ബി ബൈ പി ക്യു, അടുത്തത് ഏതാ? ബി സി ബൈ ക്യു ആർ ആൻഡ് എ സി ബൈ ആർ പി. അത് മൂന്നും നമ്മുടെ വലിയ ചെറിയ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആണ്. ഓക്കെ, എ ബി ബൈ പി ക്യു ആൻഡ് എ സി ബൈ ക്യു പി ആർ and BC by QR. So all the three sides are scaled by the same scale factor. So we can say that triangle ABC and triangle PQR are similar. Okay. അപ്പോൾ ട്രയാങ്കിൾ പി ക്യു ആർ എ ബി സിയും സിമിലർ ആണ് എന്ന് നമുക്ക് കിട്ടി. അതായിരുന്നു ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഇത് നമുക്കിതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും അതുപോലെ ഇതിൻ്റെ ഈ രണ്ട് സർക്കിളിൻ്റെ റേഡിയസും ഒരേ സെയിം സ്കെയിൽ ഫാക്ടർ ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോയും റേഡിയസിൻ്റെ റേഷ്യോയും ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനകത്തുനിന്ന് ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. വൺ ഇസ് ഒ എ ബൈ ഒ പി is equal to ഒ ബി ബൈ ഒ ക്യു is equal to എ ബി ബൈ പി ക്യു. ഈ എ ബി ബൈ പി ക്യു എന്ന് പറയുന്നതാണ് നമ്മളുടെ ട്രയാങ്കിൾസിൻ്റെ സൈഡ്. ഓക്കെ, സോ ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ വി ഹാവ് എ ബി ബൈ പി ക്യു. ഓക്കെ, ഇതിലേതാണ് നമ്മുടെ റേഡിയസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റത്തത് എ ബി ബൈ പി ക്യു ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റേഡിയസുമായി ബന്ധപ്പെട്ടത് ഏതായിരിക്കും ഇതിനകത്ത് കിടക്കുന്നത്? ഇതിനകത്തുള്ളത് ഒ എ ബൈ ഒ പി. ഓക്കെ, ഒ എ ബൈ ഒ പി. ഓക്കെ, ഒ എ ബൈ ഒ പി അത് നമുക്കറിയാം. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് എന്താ അറിയാവുന്നത്? ഫ്രം ദ സെക്കൻഡ് ഇക്വേഷൻ, ഫ്രം ഇക്വേഷൻ 2 we have സൈഡ്സ് ബി സി ക്യു ആറും ആണ്. അപ്പോൾ ബി സി ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ. ബാക്കി രണ്ടും എന്താണ്? ഒ ബി ബൈ ഒ ക്യു. ഓക്കെ, ഒ ബി ബൈ ഒ ക്യു അത് രണ്ടും എന്താണ്? റേഡിയസ് ആണ്, ഒ ബി ബൈ ഒ ക്യു. ഇനി അടുത്തത് ഏതാണ്? അടുത്ത സൈഡ്സ് എ സിയും പി ആറുമാണ്. സോ ഫ്രം തേർഡ് ഇക്വേഷൻ എ സി ബൈ ആർ പി. ഓക്കെ, എ സി ബൈ ആർ പി. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന റേഡിയസ് ഏതാണ്? ഒ സി ബൈ ഒ ആർ. ഓക്കെ, ഒ സി ബൈ ഒ ആർ. അതായത് ഈ ട്രയാങ്കിളിൻ്റെ വലിയ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ് തമ്മിലുള്ള റേഷ്യോയും ആ സർക്കിളിൻ്റെ എല്ലാ റേഡിയസും തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആണ്. അതായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, എഴുതാം. സ്കെയിൽ ഫാക്ടർ ഓഫ് the sides of the triangle. Scale factor of the sides of the triangle and scale factor of the radii of the circles. Okay, last question of the chapter. A point inside a quadrilateral is joined to its vertices and the lines are extended by the same scale factor. Their ends are joined to make another quadrilateral. Okay, so say point inside the quadrilateral. ഇതൊരു ചെറിയ ക്വാഡ്രിലാറ്ററിനകത്തുള്ള ഏതോ ഒരു പോയിൻ്റാണിത്. ഈ പോയിന്റിലേക്ക് ഈ ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ വേർട്ടിസസും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, എല്ലാ വേർട്ടിസസും ലൈൻ വെച്ച് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ഈക്വലായി വരുന്ന രീതിയിൽ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത്
ഒരു വലിയ ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സൈഡ്സ് ഓഫ് ദ ടു ക്വാഡ്രിലാറ്ററൽ ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ഓക്കെ, ഇത് രണ്ട് ക്വാഡ്രിലാറ്ററലിൻ്റെയും സൈഡ്സ് ഒരേ സ്കെയിൽ ഫാക്ടറാണ്, അതായത് അതിൻ്റെ റേഷ്യോ സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദി ആംഗിൾസ് ഓഫ് ടു ക്വാഡ്രിലാറ്ററൽസ് ആർ ദ സെയിം. ഓക്കെ, ഈ ഇതിൻ്റെ 4 ആംഗിൾസും ഇതിൻ്റെ 4 ആംഗിൾസും ഈക്വൽ ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ OAB ആൻഡ് ദിസ് ട്രയാങ്കിൾ OPQ. ഓക്കെ, സോ കൺസിഡർ triangle OAB, OPQ. ഓക്കെ, രണ്ട് സൈഡ്സ് കൺസിഡർ ചെയ്തു. ആൻഡ് നമുക്കറിയാം ഈ സൈഡ്സ് നീളം ഒന്നാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സ്കെയിൽ ഫാക്ടർ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള തോതുകൾ ഒരേ തോതിലാണ് കൂട്ടിയെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം സ്കെയിലാണ് ഇവിടേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, OA/OP എന്ന് പറയുന്നതും OB/OQ എന്നും പറയുന്നതും ഈക്വൽ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്, സ്കെയിലാണ് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, OA/OP is equal to OB/OQ എന്ന് പറയാം. രണ്ടിനും കോമൺ ആയിട്ടൊരു ആംഗിൾ ഉണ്ട്, ആംഗിൾ O. ദാറ്റ് ഈസ് ആംഗിൾ O is equal to ആംഗിൾ O. അതുകൊണ്ട് പറയാം, therefore ട്രയാങ്കിൾ OAB, ട്രയാങ്കിൾ OPQ ആർ സിമിലർ. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് കിട്ടി. അപ്പോൾ അതിൽ ഏതൊക്കെയായിരിക്കും സൈഡ്സ് വരുന്നത്, OA/OP. തേർഡ് സൈഡും സെയിം സ്കെയിൽ ഫാക്ടറിലായിരിക്കും ആവുന്നത്. OA/OP is equal to OB/OQ is equal to, മൂന്നാമത്തെ സൈഡ് ഏതാണ്, AB/PQ. So we have AB/PQ. This is equation number 1. Okay, then we consider triangle OBC and triangle OQR. Okay, so from triangle OBC and triangle OQR. Okay, നമ്മളിനി അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമിലർലി നമുക്ക് എന്ത് പറയാം, സിമിലർലി വി ഹാവ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ അല്ലേ. കാരണം എന്താ, ഇതും ഒരേ സ്കെയിൽ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരേ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, OB/OQ is equal to OC/OR and angle O is equal to angle O. Therefore we have OB/OQ is equal to OC/OR is equal to BC/QR. And so second equation, OB/OQ is equal to OC/OR is equal to BC/QR. That is equation number 2. So similarly we have triangle ODC and triangle OSR are similar. Okay, ODC and OSR are similar. So we have the equation OD/OS is equal to OC/OR is equal to CD/SR. And one more set is here, that is ODA and OSP. So we have OD/OS and OA/OP and AD/SP are in the same ratio. Okay, so this is equation number 1, 3 and this is equation number 4. So from 1, 2, 3 and 4. ഓക്കെ, ഈ 4 ഇക്വേഷനകത്തുനിന്നും കൂടെ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി, ഇതിന് ഈക്വൽ ആണെന്നും കിട്ടും, അത് മറ്റേ ആദ്യത്തെ ഇക്വേഷൻസിന് ഈക്വൽ ആണെന്നും കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടും, AB/PQ is equal to BC/QR is equal to CD/SR is equal to AD/SP. ഓക്കെ, അതായത് AB/PQ and BC/BQR and CD/SR and AD/SP. അപ്പോൾ സെയിം സ്കെയിൽ ഫാക്ടറിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസും സിമിലർ ആണ് എന്ന് പറയാം. ഓക്കെ, സിൻസ് the sides are scaled by the since the sides of the quadrilateral are scaled by the same factor, these two quadrilaterals are similar. Since the sides are
scaled by same factor. The quadrilaterals are similar. Okay, അതായിരുന്നു ഫസ്റ്റ് പാർട്ട്. ക്വാഡ്രിലാറ്ററൽസ് സിമിലർ ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, so we have the quadrilaterals are similar. We know that if the quadrilaterals are similar, then their angles are also equal. Okay, from the first answer itself we have the angles of two quadrilaterals are the same. Okay, no need of another proof. So we can say that the angles of quadrilaterals are the same. Okay. Okay, that is the end of the chapter. Thank you.